ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് മസാല കറിയാണ്. അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. തട്ടും കൂടി വെച്ചു കൊടുത്തു. തട്ടിലെ ഓരോ ഇതിലും നമ്മൾ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊട്ടിച്ച മുട്ട ഒഴിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ 5 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കണം. കഴിയുന്നതും മുട്ടയുടെ മഞ്ഞ പൊട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്കിനി ഇത് തുറന്നു നോക്കാം. നമ്മുടെ മുട്ടയെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് തണുക്കാൻ വെക്കണം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിനെ ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ എണ്ണ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 8 വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കണം. 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു വെച്ചത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഉള്ളി വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ ഒരു സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഈ ഒരു അളവിൽ ഉള്ളി വഴലുമ്പോഴേക്കും നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടി നല്ലപോലെ വഴറ്റിയെടുക്കണം. ഈ ഒരു സമയം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മസാലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മസാല കുഴച്ചപ്പോൾ ചേർത്ത വെള്ളം ചൂട് വെള്ളമാണ്. ഇതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കുക. ഈ ഒരു സമയം 1/4 കപ്പ് വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഈ ഒരു സമയം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. തക്കാളിയെല്ലാം നല്ലപോലെ വെന്തുടയണം. നമ്മുടെ തണുക്കാൻ വെച്ച മുട്ടയെല്ലാം നല്ലപോലെ തണുത്തു. ഈ ഒരു സമയം നമുക്ക് തട്ടത്തിൽ നിന്ന് എടുത്ത് മാറ്റാം.
നമ്മളിപ്പോൾ 5 എണ്ണേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള മുട്ട എടുക്കാം. നമുക്കിത് തുറന്നു കൊടുക്കാം. നമ്മുടെ തക്കാളി എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മുടെ ഇഡ്ഡലി മുട്ടയൊക്കെ നമുക്ക് തട്ടിക്കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം. മുട്ടയിലെല്ലാം കൂട്ടുപിടിക്കണം. ഇപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ട് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത് പാലെടുത്തിരിക്കുന്നതാണ്. 1 കപ്പ് തേങ്ങാപ്പാലിപ്പോൾ ഉണ്ട്. നമുക്ക് ഈ ഒരു സമയം ആ തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ദോശയുടെ കൂടെ കഴിക്കാം. അപ്പം എല്ലാത്തിനും പറ്റിയൊരു കറിയാണിത്. ഈ ഒരു സമയവും നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട്, ഉപ്പും മസാലയൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു നുള്ള് ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചപ്പാത്തിക്കോ അപ്പത്തിനോ ദോശയ്ക്കോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് കറി എടുത്ത് യൂസ് ചെയ്യാം. അതല്ല ചോറിനാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വറ്റിച്ച് കുറുക്കിയെടുക്കണം. ഇനി കുറച്ച് സമയം നമുക്കിവിടെ തിളയ്ക്കാനിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിനി തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ എഗ്ഗ് മസാലക്കറി റെഡി. അപ്പോൾ എല്ലാവരും നമ്മുടെ എഗ്ഗ് മസാലക്കറി ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്